ഞങ്ങളെ വിരട്ടാൻ നോക്കിയാൽ അത് നടക്കൂല. അവരുടെ കൂടെ ഉള്ളവരെ വിരട്ടിയാൽ അവർ നിൽക്കുമായിരിക്കും. പക്ഷേ ഇതിലുള്ള സ്ത്രീകളെ വിരട്ടിയാൽ ആ രീതിയിൽ അവർ പോവില്ല. ഞങ്ങളിവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. സമരം ചെയ്തിട്ട് പോയത് ആരൊക്കെയെന്ന്. കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി ടീച്ചർ, തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെയാണ് ആശാവർക്കർമാരെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് അവിടെ വന്ന ആൾ കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരുന്നെങ്കിൽ, അവരുടെ ID കാർഡ് നമ്പരൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഈ വിവരം കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം CITU അഖിലേന്ത്യാ നേതാവായ PP പ്രേമ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ആശാ വർക്കർമാർ സമരവുമായി മുൻപോട്ട് പോയാൽ അവരുടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭീഷണി സ്വരത്തിൽ അവർ സംസാരിച്ചിരിക്കുന്നു. ഇതിനോട് ആശാ വർക്കർ തന്നെ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നിന്നും ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുന്നത്. ഈ സമരവുമായി മുൻപോട്ട് പോയാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്ന്. ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം ഇല്ല. കാരണം ഞങ്ങൾ 17 വർഷം കഴിഞ്ഞു, 18ാമത്തെ വർഷമായി. ഇത്രയും വർഷം കൊണ്ട് ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ഇവരെടുക്കുന്ന ആൾക്കാർ ഫീൽഡിലോട്ട് ചെന്നാൽ അവർ തന്നെ ഓട്ടിച്ചോളും. കാരണം അത്രത്തോളം ഈ ജനങ്ങൾ ഈ കഷ്ടപ്പാട് അനുഭവിച്ച് ഈ സഹോദരിമാർ 18 ദിവസം 19 ദിവസം ആയിന്ന് അത്രയും ദിവസം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ജനങ്ങൾക്ക് ഇന്ന് പഴയ പോലെ ഒരു മാധ്യമങ്ങളിലൂടെ ഇഷ്ടംപോലെ സ്വമേധയാ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാം കാണാനും കേൾക്കാനുമുള്ള സൗകര്യമുണ്ട്. പണ്ടത്തെ കാലമല്ല. അതുകൊണ്ട് അവർക്ക് തന്നെ എല്ലാം തിരിച്ചറിയും ബോധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരെടുക്കുന്ന ആൾക്കാർ അവിടെ ചെല്ലട്ടെ. അതുപോലെ ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് പ്രകാരമാണ് ഞങ്ങളെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. അപ്പോൾ കേന്ദ്ര നേതാക്കളും എല്ലാം നമ്മളെ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ ജോലിക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവാത്തുള്ള പ്രൊട്ടക്ഷൻ അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ഒരു ഭയവുമില്ല. ഈ CITU നേതാക്കൾ നിരന്തരം ഈ ഭീഷണിയുടെ സ്വരം തന്നെയാണ്. CITU നേതാക്കൾ അവർക്കറിയില്ലല്ലോ. അവരുടെ രീതിയിൽ നിൽക്കുന്ന സ്ത്രീകളെ വിരട്ടും പോലെയാണ് ഈ സാധാരണപ്പെട്ട ആശാവർക്കർമാർ. ഞങ്ങൾ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരും എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. ഞങ്ങളെ വിരട്ടാൻ നോക്കിയാൽ അത് നടക്കൂല. അവരുടെ കൂടെ ഉള്ളവരെ വിരട്ടിയാൽ അവർ നിൽക്കുമായിരിക്കും. പക്ഷേ ഇതിലുള്ള സ്ത്രീകളെ വിരട്ടിയാൽ ആ രീതിയിൽ അവർ പോവില്ല. ഇന്ന് CITUവിൻ്റെ ആശാവർക്കർമാരുടെ ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. അപ്പോൾ അവരോട് ഒരു ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന, അതായത് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലിരിക്കുന്ന സമരത്തിനിരിക്കുന്ന ഭൂരിപക്ഷം പേരും ആശാവർക്കർമാരല്ല എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളല്ലേ നിരന്തരം ഞങ്ങൾ തുടങ്ങിയ ആ ദിവസം മുതൽ ഇന്ന് 19 ദിവസവും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ വിവിധ മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ID നമ്പരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ID കാർഡിൻ്റെ എല്ലാവർക്കും ID കാർഡുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചൊക്കെ 10-18 വർഷമായി ഇതിൽ ഫീൽഡിൽ വന്നിട്ട് ഇന്ന് വരെ നേരെ ചെവ്വേ ഒരു ID കാർഡ് പോലും തന്നിട്ടില്ല. ഫസ്റ്റ് അന്ന് തന്നത് തന്നെയാണ് ഇപ്പോഴും. അതിൽ ഏകദേശം ഫോട്ടോ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴേ അതുപോലും ഗവൺമെൻറ് ഇന്ന് വരെ ഞങ്ങൾക്കൊരു ID കാർഡ് പോലും നേരെ ചെവ്വേ തന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാ നമ്പറുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ID നമ്പറുണ്ട്. ആ നമ്പർ വെച്ച് ഏത് സൈറ്റിൽ കയറി നോക്കിയാലും ഞങ്ങൾ ആശാവർക്കർ ആണോ അല്ലോ എന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെയും പരിശോധിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ CITUകാർ ചെയ്ത സമരത്തിൽ ഞങ്ങളിവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. സമരം ചെയ്തിട്ട് പോയത് ആരൊക്കെയെന്ന്. കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി ടീച്ചർ, പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെയാണ് ആശാവർക്കർമാരെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് അവിടെ വന്ന ആൾ കൂട്ടിക്കൊണ്ടുവന്നത്. അവർ ഓരോ സ്ഥലത്തും വണ്ടി ഇട്ടിട്ട് ആശാ വർക്കേഴ്സിനെ മാത്രം ആശാവർക്കേഴ്സിൻ്റെ സമരമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആശാവർക്കേഴ്സിനെ മാത്രം കിട്ടാൻ ഇല്ല. അതുകൊണ്ട് അവരവിടെയുള്ള അംഗൻവാടി അവരെ CITU യൂണിയനിലുള്ള അംഗൻവാടി ടീച്ചർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലുള്ള തൊഴിലാളികളൊക്കെയാണ് കൂട്ടിപ്പോയത്. ഇവിടെയുള്ള അമ്മച്ചിമാർ, എഴുതി നടക്കാൻ പോലും വയ്യാത്ത അമ്മച്ചിമാരാണ് ഇവിടെ പോയത്. നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരുന്നെങ്കിൽ, അവരുടെ ID കാർഡ് നമ്പരൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഈ വിവരം കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഈ ഫണ്ടുകളും മറ്റു കാര്യങ്ങളും, അതായത് നമ്മൾക്ക് നേടിത്തരേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ എന്ന്. അപ്പോൾ നമ്മൾ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന് മുൻപിലല്ലേ എന്നുള്ള ചോദ്യവും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, നമ്മൾ കേന്ദ്രത്തിൽ പോയാണ് സമരം ചെയ്യേണ്ടത്. അതെ, ഞങ്ങളുടെ ഇന്നലെ കേന്ദ്ര നേതാക്കൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സംസ്ഥാന സർക്കാരിനോട് പറയിക്കണതിനേക്കാളും നിങ്ങൾക്ക് നേരിട്ട് പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. അതിന് ഞങ്ങൾക്ക് കഴിവുണ്ട്. അതിന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ആളുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കേണ്ട. പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി വരണമെന്നില്ല കൂടെ.
അവരില്ലാതെ തന്നെ നമുക്ക് കാര്യം പോയി പറയാനറിയാം. ആരോഗ്യമന്ത്രി വന്നാൽ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ ഒരുപക്ഷെ നമ്മുടെ അവിടെ ഇതുപോലെ ഇരിക്കും, സത്യാഗ്രഹമായിട്ട് ഇരിക്കും. അവിടെ ഞാൻ ഇപ്പോൾ ഉപവാസ സമരം എടുക്കും. അതുപോലെ ഞങ്ങളെ കൂടെ ഇരിക്കാൻ നമ്മുടെ ആരോഗ്യമന്ത്രി തയ്യാറാണോ? അവിടെ ഞങ്ങളോടൊപ്പം, അല്ലാതെ അവർ ഇന്ന് എ സി റൂമിൽ ഇരുന്നിട്ട് ഞങ്ങളവിടെ സമരം ചെയ്യാൻ കൊണ്ടിരിക്കുകയല്ല, ഞങ്ങളോടൊപ്പം അവിടെ ഇരുന്ന് ഈ ചൂടും കാറ്റും ഒക്കെ ആയിട്ട്. പക്ഷേ എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ച് തോന്നണമെങ്കിൽ കേന്ദ്ര നേതാക്കൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോട് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് സമരം ചെയ്യുമ്പോഴത്തേക്ക് പറയുന്ന ആക്ഷേപമൊന്നും അവർ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ CITU സംഘടന വലിയ രീതിയിൽ ഈ ഒരു സമരത്തെ പൊളിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ആശാ വർക്കർമാർ അതിശക്തമായി തന്നെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരവുമായി രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 18ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.